പാർട്ടി അംഗം കൂടിയായ നിഖിൽ തോമസ് കൊടും ചതിയാണ് ചെയ്തതെന്ന് കായംകുളം ഏരിയ സെക്രട്ടറിക്ക് സമ്മതിക്കേണ്ടി വന്നതോടെ പാർട്ടി വെട്ടിലായി എന്ന് വ്യക്തമാണ്. കോളേജിൽ പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ട് നിഖിൽ പാർട്ടിയെ സമീപിച്ചിരുന്നു. ഇതനുസരിച്ച് ആരെങ്കിലും നിഖിലിനെ സഹായിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ നിഖിൽ ചതിയനാണെന്ന് അന്ന് മനസ്സിലായില്ലെന്നും ഇപ്പോഴാണ് കൊടും ചതിയെന്ന് മനസ്സിലായതെന്നും ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ വ്യക്തമാക്കുകയാണ്. നിഖിലിനൊപ്പം ആരെങ്കിലും ബോധപൂർവം പാർട്ടിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPM. എല്ലാം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ CPM നിഖിലിനെ കൈവിട്ടെങ്കിലും ഉയരുന്ന പ്രധാന ചോദ്യം വ്യാജരേഖയുണ്ടാക്കാൻ നിഖിലിനെ സഹായിച്ച നേതാവ് ആര് എന്നതാണ്. CPM സഹായം നിഖിലിന് ലഭിച്ചു എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും അത് ശരിയായ ദിശയിലാണെങ്കിൽ മാത്രമേ നിഖിലിന് പിന്നിലുള്ളവരെ കണ്ടെത്താനാകൂ എന്നാണ് KSU അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നത്. CPM നേതാക്കളുടെ സമ്മർദ്ദത്തിന് പിന്നിൽ കോളേജ് മാനേജ്മെന്റിന് വഴങ്ങേണ്ടി വന്നോ എന്നതും, അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് പിന്നിലെന്നും പുറത്തു വരേണ്ടിയിരിക്കുന്നു. സമഗ്ര അന്വേഷണം എന്ന വാദം വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുമ്പോഴും കോളേജ് മാനേജ്മെന്റ് അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത് സംശയമുണ്ടാക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ സംശയിക്കുന്നു. നിഖിലിനായി CPM ഇടപെട്ടിരുന്നുവെന്നും എന്നാൽ ഇടപെട്ട നേതാവിന്റെ പേര് പറയില്ല എന്നുമാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. നേതാവിന്റെ രാഷ്ട്രീയ ഭാവി പോകുമെന്നതാണ് പേര് വെളിപ്പെടുത്താത്തതിന് കാരണമെന്നാണ് മാനേജർ ഹിലാൽ ബാബുവിന്റെ പ്രതികരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളെയും നിഖിൽ ചതിച്ചു എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള സർവകലാശാല VCയും കലിംഗ സർവകലാശാല രജിസ്ട്രാറും നിഖിലിന്റെ തട്ടിപ്പിനെ കുറിച്ച് നിലപാട് അറിയിച്ചതോടെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേരള സർവകലാശാല ഇതിനകം തന്നെ നിഖിൽ സമർപ്പിച്ച രേഖകൾ കലിംഗ സർവകലാശാലയ്ക്ക് നൽകിയും കഴിഞ്ഞു. ഇതോടെ റായ്പൂരിലേക്ക് അടക്കം പോയി പോലീസിന് രേഖകൾ പരിശോധിക്കേണ്ടി വരും. ഇന്നലെ നിഖിലിനായി വീറോടെ ബാധിച്ച SFI ഇനി എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ്. സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ന്യായവാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. CPM നേതാക്കൾ തന്നെ നിഖിലിനെ കൈയൊഴിഞ്ഞതോടെ SFI ഇനി എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്നതും പ്രസക്തമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ മൗനവും വ്യാജരേഖ വിഷയത്തിൽ CPM പ്രതിരോധത്തിലാണ് എന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ.